നമസ്കാരം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 6-7 ദിവസമേ ഉള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 9-ാം തീയതി ആവാൻ ഇനി എത്ര ദിവസമുണ്ട്? വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. 14-ഓടുകൂടി റിസൾട്ടും വരും എന്ന് പറഞ്ഞാൽ അടുത്തൊരു 10 ദിവസം കൊണ്ട് ഈ കഥ എല്ലാം കഴിയും. പക്ഷെ കേരളത്തിന്റെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്നത് മുഴുവൻ വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലും ശബരിമലയിലൊക്കെ ഇങ്ങനെ മുങ്ങി തൂങ്ങി വേണ്ട നാശക്കൊട്ടയായി രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്യുന്നതും അവരെ പിറകിലാണ് ചാനൽ. രാഹുൽ ഈശ്വരന്റെ കഥകളും അദ്ദേഹം നിരാഹാരം കടന്നതും ജ്യൂസ് കൊടുത്തതും ജ്യൂസ് കുടിക്കാത്തതും അത്തരം കഥകളും പിന്നെ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നൊക്കെ ഉള്ള കഥകളിലാണ് ചുരുങ്ങി കിടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എല്ലായിടത്തു നിന്ന് കിട്ടുമ്പോൾ BJP ശക്തമായ മുന്നേറ്റം കേരളത്തിൽ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ CPM ആയിട്ടുള്ള അന്തർധാരയാണോ, ഇനി അല്ലെങ്കിൽ കോൺഗ്രസും CPM ആയിട്ട് അന്തർധാരയുണ്ടോ, കോൺഗ്രസും BJP ആയിട്ട് അന്തർധാരയുണ്ടോ, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നെക്ക് ടു നെക്കാണ്. എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ 50 വോട്ട് 100 വോട്ട് 200 വോട്ടൊക്കെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അത് പരസ്പരം അന്തർധാര കച്ചവടം നടക്കും. അതെല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പലയിടത്തും നിർണായകമായി വരും. റിബൽ സ്ഥാനാർത്ഥികൾ പലയിടത്തും CPM-ന് റിബൽ ഉണ്ട്, BJP-ക്കുണ്ട്, കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ പലയിടത്തും കയറി വരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനമാകെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടത്, ശബരിമലയുടെ വിഷയത്തിൽ BJP-ക്ക് ചില ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, കോൺഗ്രസിനും കുറച്ച് ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്, CPM-ന് അതൊരു തിരിച്ചടിയാവാനും കുറച്ച് സാധ്യതയുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് ചില കാര്യങ്ങളെ ബിൽഡ് ചെയ്യാൻ CPM-ന് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. അങ്ങനെ വന്നാൽ CPM-ന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാം. പിന്നെ പെൻഷൻ കൊടുത്തു. പെൻഷൻ ധാരാളമായി എല്ലാവർക്കും, ഒരുപാട് പേർക്ക് പലർക്കും പെൻഷൻ കൊടുത്തു. പക്ഷെ DA കൊടുത്തിട്ടില്ല. DA സംബന്ധിച്ച് ഒരു വലിയ പ്രതിഷേധം കേരളത്തിൽ കിടപ്പുണ്ട്. 1-ാം തീയതി ഇന്നലെ ഹൈക്കോടതിയിലും DA-യുടെ കാര്യം പറഞ്ഞപ്പോൾ ഗവൺമെന്റ് 8-ാം തീയതിയിലേക്ക് ഡേറ്റ് ചോദിച്ചു. ഇനി 8-ാം തീയതിയിലേക്ക് ഡേറ്റ് ചോദിച്ചതിന്റെ പിന്നിൽ 8-ാം തീയതി കൊടുക്കാമെന്നാണോ ഹൈക്കോടതിയിൽ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 9-ാം തീയതി ഇലക്ഷന്റെ അന്ന് വാർത്ത വരും, DA കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരെ പിടിക്കാനാണോ, അതോ DA മാറി നിൽക്കുമോ? DA മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മണ്ടയിൽ നിന്ന് ഒരു എതിർപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആളുകളിൽ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പലർക്കും കിട്ടുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ സാമൂഹ്യക്ഷേമ പെൻഷൻ 3600 വരെ 2000 1600 2 മാസത്തെയും കൂടി, നേരത്തെ 1600 പിന്നെ 2000 3600 കിട്ടിയ ഒരു വിഭാഗമുണ്ട് ഇവിടെ. പിന്നെ 1000 രൂപ കിട്ടിയ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഗിഫ്റ്റ് മണി കിട്ടിയവരുണ്ട്, മറുവശത്ത് കിട്ടാത്തൊരു മഹാഭൂരിപക്ഷമുണ്ട്. പിന്നെ DA-യുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊരു വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത് തീർച്ചയായിട്ടും. പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ആർക്കും ഇപ്പോ ഇന്നലെ ലോക്പാലോ എന്നൊരു സർവേ വന്നിട്ടുണ്ട്. സർവേയുടെ റിസൾട്ട് അനുസരിച്ച് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത രീതിയിലേക്ക് പോകുമെന്നും 1-ാം കക്ഷിയായി CPM വരുമെന്നും 2-ാം കക്ഷിയായി കോൺഗ്രസ് വരുമെന്നും, അതാണ് ആ സർവേയുടെ ഒരു വലിയ ഒരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നുന്നത്. 2-ാം കക്ഷിയായി കോൺഗ്രസ് വരുമെന്നും 3-ാം കക്ഷിയിലേക്ക് BJP പോകും എന്ന് പറഞ്ഞാൽ BJP-യുടെ പല സീറ്റുകളും കോൺഗ്രസ് തിരിച്ചു പിടിക്കും. നേരത്തെ കോൺഗ്രസിന്റെ സീറ്റുകളായിരുന്നു BJP പിടിച്ചിരുന്നത്, അത് തിരിച്ചു പിടിക്കും എന്നുള്ള ചില വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഒരു തൂക്ക് കോർപ്പറേഷൻ, അതായത് പിന്നെ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു കോർപ്പറേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ എടുത്തിരിക്കും എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി അവിടെ സ്തംഭടിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പാലക്കാട് കോർപ്പറേഷനിൽ, പാലക്കാട് നഗരസഭയിൽ വലിയ സംഘർഷമാണ്. കാരണം അവിടുത്തെ നേരത്തെ ചെയർപേഴ്സണും കൃഷ്ണകുമാറും തമ്മിലുള്ള തർക്കം നടക്കുന്നത്, അത് വലിയ തർക്കത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ ശിവരാജൻ എന്ന് പറയുന്ന ദീർഘകാലം കൗൺസിലറായിരുന്ന അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പാലക്കാട് ഇന്നർ പൊളിറ്റിക്സിൽ കിടന്ന് പാലക്കാട് കറങ്ങുന്നു. കൊല്ലം കുറെ കൂടി സേഫ് ആയിട്ടാണ് കൊല്ലം പോകുന്നത്. കോഴിക്കോട് വലിയ പ്രതിസന്ധി ഇല്ലാതെ കോഴിക്കോടും ചിലപ്പോൾ ഇടതുപക്ഷം നിലനിർത്തിയാലായി. അപ്പോൾ കോർപ്പറേഷനുകളിൽ 1-2 കോർപ്പറേഷൻ BJP പിടിക്കുകയും ബാക്കി ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ ചിലപ്പോൾ കോൺഗ്രസ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് കോർപ്പറേഷന്റെ ഒരു പശ്ചാത്തലം. ജില്ലാ പഞ്ചായത്തുകൾ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, CPM ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യമേ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളൂ. കൂടുതൽ പ്രാവശ്യവും CPM-ആണ്. B സത്യനാണ് ഇത് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാവുന്ന കാലം മുതൽ ഇപ്പൊ സുരേഷ് വരെയുള്ള കാലമെടുത്താൽ കൂടുതൽ കാലവും ഭരിച്ചിരിക്കുന്നത് CPM-ആണ്. കൊല്ലം CPM-ആണ്, ആലപ്പുഴ CPM-ആണ്. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മലപ്പുറം ഒഴിച്ച് 1-2 ജില്ലകൾ ഒഴിച്ച് ബാക്കിയെല്ലാം CPM-ന്റെ ഒരു അപ്പർ ഹാൻഡുള്ള സ്ഥലമാണ് ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൽ നെക്ക് ടു നെക്കാണ്. എന്നാലും ഒരു 60% CPM-ഉം 40% കോൺഗ്രസും എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതിനി മാറുമോ എന്നുള്ളത് നമുക്കറിയണം. ബ്ലോക്ക് പഞ്ചായത്ത് പലപ്പോഴും കോൺഗ്രസിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം എടുക്കുമ്പോൾ CPM-ന് തന്നെയാണ്. അപ്പൊ കാരണം പ്രാദേശിക തെരഞ്ഞെടുപ്പ് പലപ്പോഴും
സംഘടനാപരമായിട്ടൊക്കെ ഒരു ഈ വർഗ ബഹുജന സംഘടനകളെയൊക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പ്, പിന്നെ ആശാ വർക്കേഴ്സ്, ഹരിത കർമ്മസേന തുടങ്ങി, പിന്നെ അതുപോലെ അംഗനവാടി തുടങ്ങി സാക്ഷരത, ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്നതാണ്. അവരുടെ എല്ലാ വോട്ട് ചിലപ്പോൾ കോൺഗ്രസിന് CPM-ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആശാ വർക്കേഴ്സിന്റെ വോട്ട് കോൺഗ്രസിലേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. അവരെ വഞ്ചിച്ചു, പറ്റിച്ചു എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ വോട്ട് കൂടുതൽ പോകാൻ കോൺഗ്രസിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് സംസ്ഥാനത്തെ വിവിധ വിഭാഗം ജനങ്ങളുടെ ഒരു പശ്ചാത്തലം. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കിട്ടിയിട്ടില്ല. അവർ വളരെ വിഷമത്തിലാണ്. അവരുടെ വോട്ട് ചിലപ്പോൾ കോൺഗ്രസിലേക്ക് പോയാൽ അത്ഭുതം. ഇതിനിടയിൽ നിന്നുള്ള ഗ്യാപ്പ് വോട്ട് വേണം BJP പിടിക്കാൻ. BJP-യെ പക്ഷെ നമ്മൾ എഴുതിത്തള്ളാൻ കഴിയില്ല. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏക പാർട്ടി BJP ആണ്. ഇത് കേഡർ വൈസ് ആകട്ടെ മറ്റ് പല രൂപത്തിലും BJP വളരുന്നുണ്ട്. ഒരു കാരണവശാലും BJP വളരുന്നില്ല, തളരുന്നു നമുക്ക് പറയാനാകില്ല. BJP വലിയ കാൻഡിഡേറ്റ്സിനെയൊക്കെ പലയിടത്തും നിർത്തി, പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സിനെയൊക്കെ നിർത്തി അവർ വലിയ പരീക്ഷണമാണ് കേരളത്തിൽ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ബാലികറ മലയാണ്, ഒരു മുൾമുനയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJP പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് രാജീവ് ചന്ദ്രശേഖരന് ഡൽഹിയിൽ വലിയൊരു അപ്പർ ഹാൻഡ് കിട്ടും. നമുക്കത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇനി CPM-ന്റെ മസാൽ ബോണ്ട വിഷയത്തിൽ CPM-ന്റെ പിണറായി വിജയനും തോമസ് ഐസക്കിനും ഒക്കെ ED നോട്ടീസ് കൊടുത്ത സാഹചര്യത്തിൽ, അതുപോലെ മകളുടെ കേസ് ED കയറി മുറുക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അന്തർധാര CPM-മായി BJP ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ തദ്ദേശ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. എന്നാലും ഇപ്പോൾ കൂടുതൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. കാരണം അത് പരമ്പരാഗതമായി വരുന്നതിന്റെ രീതി വെച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആന്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ കുറെ സീറ്റുകൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവയ്ക്കിടയിൽ നിന്നുകൊണ്ട് BJP പല പഞ്ചായത്തുകൾ, തിരുവനന്തപുരത്ത് കള്ളിക്കാട്, പിന്നെ അതുപോലെ കൊല്ലത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല പല പഞ്ചായത്തുകൾ, ഇപ്പോൾ കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളുണ്ട്, ഒരുപാട് പഞ്ചായത്തുകൾ അവർക്കുണ്ട്. അങ്ങനെ കുറെ പഞ്ചായത്തുകൾ കൂടി കൂടുതൽ പിടിക്കാനുള്ള, ഇപ്പൊ കരവാരം പഞ്ചായത്തൊക്കെ അങ്ങനെ കേട്ട പഞ്ചായത്താണ്, പല പഞ്ചായത്തുകളും BJP പിടിക്കാനുള്ള സാധ്യതയും കാണുന്നു. ജില്ലാ പഞ്ചായത്ത് BJP കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. കാരണം BJP അങ്ങനെ ഒരു ലൈനിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ജില്ലാ പഞ്ചായത്തുകൾ ചിലപ്പോൾ പത്തനംതിട്ട ജില്ലയോ അല്ലെങ്കിൽ തൃശ്ശൂരോ മലപ്പുറമോ, ചിലപ്പോൾ കോട്ടയം ചിലപ്പോൾ UDF കൊണ്ടുപോയാലും അത്ഭുതമില്ല. അപ്പൊ അത്തരം ചില ജില്ലാ പഞ്ചായത്തുകൾ UDF കൊണ്ടുപോകാം, ബാക്കി LDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ആരാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ പിടിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത 2026 മെയ്യിൽ അല്ലെങ്കിൽ ഏപ്രിൽ വരുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു കട്ടൺ റേസറാണ്, ഒരു സെമി ഫൈനലാണ് ഇപ്പൊ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് 26 കട്ടൺ റേസറിൽ സെമി ഫൈനലിൽ ആര് വീഴും, ആര് വാഴും, ആരൊക്കെയാണ് വോട്ട് പിടിക്കുക എന്നുള്ളത് ഭരണകക്ഷിക്കും അറിയാൻ പറ്റും, പ്രതിപക്ഷത്തിനും അറിയാൻ പറ്റും. ഭരണകക്ഷിക്ക് അറിഞ്ഞാലുള്ള ഗുണം, അത് തിരുത്തുവാൻ ഇനി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരു ബഡ്ജറ്റ് വരുന്നുണ്ട്, ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, നല്ല സമ്മാന പെരുമഴ തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് തല്ലുവാനുള്ള സാധ്യത. ഇവയ്ക്കിടയിൽ നിന്നുകൊണ്ട് BJP മോഡി പ്രഭാവം പറഞ്ഞുകൊണ്ട് BJP അവരുടെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി വികസിത കേരളം എന്ന് പറഞ്ഞ് അവരും പിക്ചറിലുണ്ട്.